ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളായിട്ടല്ല, ഒരു പ്രൊഡക്റ്റ് റിവ്യൂ കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി ഈ ഒരു RTR 160 4 വീൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിലാണ് ലിക്വിഡ് മോളിയുടെ 10W40 സ്ട്രീറ്റ് റേസ് എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മോട്ടിയോളും അതുപോലെ തന്നെ ഷെല്ലിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ മോട്ടിയോൾ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, അതുപോലെ തന്നെ ഐ ബട്ടണിൽ നൽകിയേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഒരു 3 ഇൻ്റർവെൽസിലായിട്ട് അറൗണ്ട് ഒരു 10,000 കിലോമീറ്റർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലിക്വിഡ് മോളിയുടെ ഓയിൽ. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെർഫോമൻസ്, ഹീറ്റിങ്, റിഫൈൻമെൻറ്റ്, മൈലേജ്, അങ്ങനെ 4 കാര്യങ്ങളും എക്സ്പെഷ്യലി അഫോർഡബിൾ ആണോ, അതേപോലെ അതിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലിക്വിഡ് മോളി നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളിപ്പോൾ മോട്ടോറിൽ അല്ലെങ്കിൽ ഷെല്ല് യൂസ് ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് ഓയിലിലോട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വലിച്ച് രണ്ടായിട്ട് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ RTR 160 4 വീലാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ RTR യൂസേഴ്സിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആകും ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നോർമൽ യൂസേഴ്സിനും ഓൾമോസ്റ്റ് സിമിലിയർ തന്നെയായിരിക്കും. ഡിപ്പെൻസ് ചില വണ്ടികളിൽ മാത്രമാണ് ആ ഒരു ഓയിലിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം കാര്യങ്ങൾ വരാറുള്ളൂ. ഫസ്റ്റ് നമുക്ക് പെർഫോമൻസ് വൈസ് തന്നെ നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോട്ടോളായിരുന്നു. മോട്ടോളിൻ്റെ 10W40 ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ഞാൻ അറൗണ്ട് ഒരു 5 ഇൻ്റർവെൽസിൽ, അതായത് 5 തവണ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തതും ആ ഒരു ഓയിൽ തന്നെയാണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തത്. സോ അതിന് ശേഷമാണ് ഞാനൊരു റിവ്യൂ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ 5 തവണ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2-3 ടൈംസ് യൂസ് ചെയ്താലാണ് ഒരു ഓയിലിൻ്റെ ഒരു ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളുടെ ഡിഫറൻസ് കാര്യങ്ങൾ നല്ലോണം മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല ഈ ഒരു എഞ്ചിൻ 1.2 ലിറ്ററാണ് ഓയിൽ വേണ്ടത് നമുക്ക്. അതുകൊണ്ട് തന്നെ 1 ലിറ്ററിൻ്റെ ഓയിൽ മേടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 1 ലിറ്റർ അഡീഷണൽ മേടിച്ച് വയ്ക്കണം. അപ്പോൾ അഡീഷണൽ മേടിച്ച് വയ്ക്കുന്നതിന് 200 ml യൂസ് ചെയ്താണ് നമ്മൾ നെക്സ്റ്റ് ഓയിൽ ചേഞ്ചും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അറൗണ്ട് ഒരു 5 തവണ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓയിൽ ആ ഒരു എടുത്തു വെച്ചാൽ അഡീഷണൽ 1 ലിറ്റേഴ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ടൈംസ് ഞാൻ ഈ ഒരു ഓയിൽ ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് ഒരു ബ്രാൻഡിലോട്ട് ചേഞ്ച് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഒരു ബ്രാൻഡിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നെക്സ്റ്റ് ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടോറിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്ന പോസിറ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു റിവ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റിവ്യൂ കണ്ടു നോക്കാം. അപ്പോൾ അതിനുശേഷം ലിക്വിഡ് മോളിലോട്ട് വന്നപ്പോൾ പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ കണ്ടിന്യൂസ് ഒരു 100 അടുത്ത് നമ്മൾ റൈഡ് ചെയ്താൽ, 100 കിലോമീറ്റർ അടുത്ത് റൈഡ് ചെയ്താൽ പോലും നമുക്ക് വണ്ടിക്ക് സ്ട്രെസ്സോ അതേപോലെ തന്നെ ആ വണ്ടി ഒരു അവിച്ചിൽ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നല്ല ക്ലീൻ ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 80 എബോവ് പുഷ് ചെയ്യാൻ നോക്കിയാലും ആ ഒരു സ്മൂത്ത്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് കാര്യങ്ങൾ പക്കയായിട്ട് എൻജിൻ പോർഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഓയിലിൽ പക്കയാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഫീലിംഗ് കാര്യങ്ങളാണ് പെർഫോമൻസ് വൈസ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓയിൽ പറഞ്ഞതിനൊപ്പം തന്നെ ഇതിൻ്റെ സ്ട്രീറ്റ് റേസാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ 10W40 തന്നെ നിങ്ങൾക്ക് സ്ട്രീറ്റ് തന്നെ കിടക്കുന്നുണ്ട്, റേസ് അല്ലാത്തത്. ഒരു ഗ്രേ കളറാണ് ആ ഒരു ഓയിൽ കാര്യങ്ങൾ. ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൻ്റെ ഒരു ഫോട്ടോ. സോ ആ ഒരു ഓയിൽ ഇതുവരെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു റേസ് ഓയിൽ മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെർഫോമൻസ് വൈസ് നല്ലൊരു ഡിഫറൻസ് കാര്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് മോഡൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആ ഒരു പെർഫോമൻസ് മാത്രമല്ല, നിങ്ങളുടെ ചെയിനിൽ കാര്യങ്ങളിൽ ആ ഒരു ഡിഫറൻസ്, അതായത് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആവും. അതുപോലെ തന്നെ എൻജിൻ നോയ്സ് കാര്യങ്ങൾ ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് ആയതുകൊണ്ട് റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു ഓയിൽ യൂസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇച്ചിരിയോടും ആ ഒരു കംഫർട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പർ RPMലോട്ട് നിങ്ങൾ പുഷ് ചെയ്താൽ പോലും എൻജിൻ്റെ പോർഷനിൽ നിന്ന് നിങ്ങൾക്കൊരു വൈബ്രേഷൻസോ നോയിസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എക്സ്പെഷ്യലി എൻജിൻ മോർ റിഫൈൻഡ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇച്ചിരിയോടെയും ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജിൻ റിഫൈൻമെൻറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുകയുണ്ടായി. അപ്പോൾ ആ ഒരു വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ബേസ്, വണ്ടിക്കൊരു ബേസ് കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ബേസ് ഈ ഒരു ഓയിൽ നിലനിർത്തി. മോട്ടോറിൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ ആ ഒരു ബേസ് കാര്യങ്ങളുണ്ടായിരുന്നില്ല. ഭയങ്കര ക്വയറ്റായി ആ ഒരു എൻജിൻ. പക്ഷേ അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ നോയ്സസ്, ചെറിയ കിരീരുന്ന സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഓയിൽ യൂസ് ചെയ്തപ്പോൾ എടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അതെനിക്കൊരു അനോയിങ് ആയിട്ടുള്ള ഫീലായിരുന്നു. കാരണം ഈ ഒരു മോഡലിൻ്റെ എക്സ്പെഷ്യലി ഇതിൻ്റെ ഒരു ആ എക്സോസ് ബേസാണ് വണ്ടിക്ക് ഇച്ചിരി കൂടി നമുക്കൊരു ഫീലിംഗ് കാര്യങ്ങൾ തന്നെ. സോ അത്
പാടെ ഇല്ലാണ്ടാക്കി കളഞ്ഞായിരുന്നു മോട്ടീവുകൾ. ബട്ട് ഈ ഒരു ഓയിലിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ബേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആവുന്നുണ്ട്. വണ്ടിയുടെ എൻജിൻ സ്മൂത്ത്നെസ് കാര്യങ്ങൾ, റിഫൈൻമെൻറ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാര്യങ്ങൾ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയാനുള്ളത് ഞാൻ ഹീറ്റിംഗ് കാര്യങ്ങളാണ്. ഹീറ്റിങ്ങിൻ്റെ പോർഷനോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 99% ഹീറ്റിംഗ് കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം മോട്ടീവുകളാണ്. അപ്പോൾ മോട്ടീവുകൾ യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ ആ ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഹീറ്റിങ്ങിൻ്റെ പോർഷനിൽ തോന്നുക. ഹീറ്റിംഗ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ കംപ്ലീറ്റ്ലി ഹീറ്റിംഗ് ഫ്രീ ആണ്. ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹീറ്റിംഗ് അത്രത്തോളം ഫീൽ ചെയ്യില്ല. ഇപ്പം നല്ലൊരു വെയിലുള്ള സിറ്റുവേഷനാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. സോ ഈ ഒരു ചൂടുള്ള സിറ്റുവേഷനിൽ പോലും എനിക്ക് എൻജിൻ പോർഷനിൽ നിന്ന് ഒരു മിനിമലിസ്റ്റിക് നോർമലായിട്ട് ഒരു ഹീറ്റിംഗ് കാര്യങ്ങളാണ് കിട്ടുന്നുള്ളൂ. അതിന് മുകളിലോട്ടൊരു ഓവർ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര വാം ആവണ ഒരു ഫീലോ കാര്യങ്ങളൊന്നും കാലിലോട്ട് അടിച്ചില്ല. ഹീറ്റിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല പക്കയായിട്ട് നോക്കുന്നൊരു ഓയിൽ കൂടിയാണ് കേട്ടോ. ഹീറ്റിംഗ് കാര്യങ്ങളെല്ലാം വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇനി വന്നത് ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളിലോട്ടാണ്. മൈലേജ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 49 to 51 ആ റേഞ്ചിലാണ് എനിക്കൊരു മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ മൈലേജ് കാര്യങ്ങളിലൊന്നും അത്ര വലിയ ഡ്രോപ്പ് ഒന്നുമില്ല. ഇപ്പോൾ പ്രീവിയസ് ഓയിൽ യൂസ് ചെയ്തപ്പോൾ അറൗണ്ട് എനിക്ക് ഒരു 53, അതായത് മോട്ടോർ യൂസ് ചെയ്തപ്പോൾ ഒരു 53 വരെ എനിക്ക് മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഡിപ്പെൻസ് എൻ്റെ റൈഡിങ്ങിനെയും ബേസ് ചെയ്തിരിക്കും കേട്ടോ, വേരിയേഷൻസ് കാര്യങ്ങൾ. അപ്പം ഞാൻ കോമൺ ആയിട്ട് ഈ ഒരു വണ്ടി റൈഡ് ചെയ്യുന്നത് 60 to 70 ഇടയിലാണ് റൈഡ് ചെയ്യുന്നത്. ഒരു 60-65 ഇടയിലാണ് മെജോറിറ്റി ടൈമിലും റൈഡ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു റൈഡിങ്ങിൽ എനിക്ക് മൈലേജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 50-51 അടുത്ത് ഈ ഒരു മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മോട്ടോറുകൾ എനിക്ക് അറൗണ്ട് ഒരു 53 അടുത്ത് മൈലേജ് കാര്യങ്ങൾ നൽകുന്നുണ്ട്. നോട്ട് ഇൻ ഹൈവേ, ഞാൻ ഡെയിലി കമ്മ്യൂട്ടറായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ജോബിന് പോവുക, അതുപോലെ തന്നെ തിരിച്ചു വരിക, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ ഈ ഒരു മൈലേജ് കാര്യങ്ങൾ പറഞ്ഞത്. ഒരു കണ്ടിന്യൂസ് ഹൈവേ സ്ട്രെച്ച് റൈഡൊന്നും അല്ലായിരുന്നു, ബട്ട് ഡീസൻ്റ് ആയിട്ടൊരു മൈലേജ് കാര്യങ്ങൾ നൽകുന്നതാണ് ഞാൻ. ഇനിയാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇതിൻ്റെ അവൈലബിലിറ്റി ആണ് നെക്സ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഡ്രോബാക്ക്. അപ്പോൾ അവൈലബിലിറ്റി ആൻഡ് പ്രൈസിങ് അത് വലിയൊരു ഡ്രോബാക്കാണ്. ഈ ഒരു മോഡലിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളതും ആ ഒരു പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എല്ലാ പാർട്ട് ഷോപ്പിലും ലിക്വിഡ് മോളി അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ കണ്ടില്ല. അതാണ് മറ്റൊരു ഡ്രോബാക്ക് കാര്യങ്ങൾ. ഇപ്പം മോട്ടീവുകൾ കാര്യങ്ങളൊക്കെയും അത്യാവശ്യം നല്ല രീതിയിൽ അവൈലബിൾ ആണ്. എല്ലാ ഷോപ്സിലും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു ഓയിൽ കൂടിയാണ് മോട്ടീവുകൾ. പക്ഷേ ഈ ഒരു ലിക്വിഡ് മോളി അതുപോലെ തന്നെ ഷെല്ലും മെജോറിറ്റി ആയിട്ടും ഒരിടത്തും എനിക്ക് അവൈലബിൾ ആയിട്ട് കാണില്ല. ഞാൻ കുറേയേറെ പാർട്ട് ഷോപ്പുകൾ കയറി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് അധികം സ്പെയർ ഇപ്പോൾ ഹെൽമെറ്റൊക്കെ വരുന്ന ആ ഒരു ഷോപ്സ് കാര്യങ്ങൾ മെജോറിറ്റി എടുത്തു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ലിക്വിഡ് മോളി കുറച്ചുകൂടി, പക്ഷേ അത്രയ്ക്ക് അവൈലബിലിറ്റി എനിക്ക് കണ്ടില്ല. ഞാനിപ്പോൾ നോർമലുള്ള ഷോപ്സിലൊക്കെ കയറിയാലും ഈ ഒരു മോഡൽ അത്രത്തോളം എനിക്ക് കണ്ടില്ല. അതൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷേ മെയിനായിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പ്രൈസിങ് ആണ്. ആശാൻ കുറച്ച് പ്രീമിയമാണ്. ഇവൻ്റെ പ്രൈസ് ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല, അതാണ് മറ്റൊരു ഇഷ്യൂ. ഇപ്പോൾ 1200, 1300, ഈവൻ 1800 വരെ ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിലേക്കും കിടക്കാറുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ബിഗ് ബില്യൺ ഡേ നടക്കുവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ പ്രൈസ് കാര്യങ്ങൾ നോക്കിയായിരുന്നു. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. 10W40 ലിക്വിഡ് മോളി, സെയിം ഗ്രേഡ് തന്നെ, ദ സ്ട്രീറ്റ് ഈ ഒരു മോഡൽ തന്നെ സെയിം തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഇപ്പോൾ അവന്മാർ ഇട്ടേണുണ്ടോ 1999 ആണ് പ്രൈസ് ഇട്ടേക്കണത്. സോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആളെ കൊല്ലുന്ന പ്രൈസാണ് ഇട്ടത്. ഇപ്പം ഞാൻ ഈ ഒരു ഓയിൽ പർച്ചേസ് ചെയ്തത് അറൗണ്ട് 840 ആ റേഞ്ചിലാണ്. ഒരു ഓഫർ പ്രൈസ് വന്നപ്പോൾ എടുത്തതാണ്. 840 രൂപയ്ക്കാണ് ഈ ഒരു ഓയിൽ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഞാൻ 2 ലിറ്റർ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ 2 ലിറ്റർ പർച്ചേസ് ചെയ്തപ്പോൾ അറൗണ്ട് ഒരു 1600 സംതിങ് എനിക്ക് ആയുള്ളൂ. പക്ഷേ ഈ ഒരെണ്ണത്തിന് അവന്മാർ 2000 രൂപയാണ്. നേരെ നിങ്ങൾ ആമസോണിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1200, 1100 അടുത്ത് ഉണ്ടാവുള്ളൂ പ്രൈസും കാര്യങ്ങളും. സോ അതേപോലെ ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ 900 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഞാനപ്പോൾ 1 ലിറ്റർ കൂടി പർച്ചേസ് ചെയ്തായിരുന്നു. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഓയിൽ ചേഞ്ച് ആവേണ്ട ടൈമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് 1 ലിറ്റർ ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 900 രൂപയ്ക്ക് എനിക്ക് കിട്ടി. പക്ഷേ ഇതാണ് ഞാൻ മറ്റൊരു ഡ്രോബാക്ക് പറഞ്ഞത്, പ്രൈസിങ് ആണ്. ഇച്ചിരി കൂടുതലായിട്ടാണ് ഓൾമോസ്റ്റ് ടൈമിലും ഓൺലൈനിൽ കിടക്കുന്നത്. ഷോപ്പിൽ ചെന്നാലും വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ
ഇതിൻ്റെ സ്ട്രീറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞൊരു ഗ്രേ കളറുള്ളത്, ഇതാണ് ആ ഗ്രേ കളറുള്ളത്. സ്ട്രീറ്റ് ബേസിക് ഓയിലാണ് ഇവനെ. അപ്പോൾ ഈ ഒരു ഓയിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറവാണ്. പക്ഷേ ഇത് ഫുള്ളി സിന്തറ്റിക് ആയിട്ടല്ല വരുന്നത്, അതാണ് മറ്റൊരു ഡ്രോബാക്ക് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 717 ആ റേഞ്ചിലൊക്കെയാണ് മെജോറിറ്റി ടൈമിലും വരാറ്. പക്ഷേ ഈ ഒരു റെഡ് കളറാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു പ്രൈസ് റേഞ്ച് ഇഷ്യൂ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഓഫർ കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വാങ്ങിച്ച് വയ്ക്കുക, ആ ഒരു ടൈം നോക്കി വാങ്ങാണ്ടിരിക്കുക, അതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ പ്രൈസും കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പെർഫോമൻസ്, മൈലേജ്, ഹീറ്റിങ് ആൻഡ് റിഫൈൻമെൻറ്റ്, ഈ ഒരു 4 കാര്യങ്ങളിലും ഈ ഒരു ഓയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ നിലവിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ഓയിലിൻ്റെ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും. ഇപ്പോൾ മെയിനായിട്ടും റിഫൈൻമെൻറ്റ്, മൈലേജ്, അതുപോലെ പെർഫോമൻസ്, ഹീറ്റിങ്, ഈ ഒരു 4 കാര്യങ്ങളിലും നോ കോംപ്രമൈസ്, ആ രീതിയിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഈ ഒരു ഓയിലിൻ്റെ പോർഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കറൻ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഒരു 3 ഇൻ്റർവെൽസും സർവീസ് ഇൻ്റർവെൽസിലും ഞാൻ ഈ ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അറൗണ്ട് 10,000 കിലോമീറ്റർ ഇപ്പോൾ ഈ ഒരു ഓയിൽ വെച്ച് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ ഒരു റിവ്യൂ വരെ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും അതുപോലെ അവൈലബിലിറ്റി ഇഷ്യൂ ആണ്. പ്രൈസും കാര്യങ്ങളിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ കാര്യങ്ങൾ വരുന്ന ടൈമിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരു 800 900 ആ റേഞ്ചിലൊക്കെ ഓഫർ പ്രൈസിൽ വരാറുണ്ട്. സോ ആ ഒരു പ്രൈസിൽ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓയിൽ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സ്പെക്റ്റ് ചെയ്യാം. എക്സ്ട്രീമായിട്ട് നമുക്ക് RTR 160 നല്ലൊരു ചേഞ്ച് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. സോ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് തന്നുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് അറ്റ് എനി ടൈം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.